മാത്യു കുഴൽനാടൻ MLA തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ മാത്യു കുഴൽനാടൻ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കുകയാണ് SFIO. അതിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു പ്രോഗ്രസ് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ എക്സാലോജിക്കിന്റെ ഉടമയെയും അതായത് വീണ വിജയനെയും അവർക്ക് പണം നൽകിയവരെയും സെപ്പറേറ്റ് ആയിട്ടും കൂട്ടിയിരുത്തിയും ചോദ്യം ചെയ്യും മാത്രമേ ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ പുറത്തു വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക് ഉടമയായ വീണ വിജയനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഒരു ഫോർമൽ ഇൻവെസ്റ്റിഗേഷന്റെ പ്രാഥമികമായ റിക്വയർമെന്റ് തന്നെയാണ്. അത് ചെയ്യുന്നില്ല എങ്കിൽ മാത്രമാണ് ഇൻവെസ്റ്റിഗേഷൻ ഫെയർ അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുപോലും ചെയ്യാതെ ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അവരെ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ മാത്രമേ ഇതിൻ്റെ മറ്റ് ബാക്കിയുള്ള വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരേ. ഇതിൽ ചോദ്യം ഇതാണ്, അവരെ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ കുറച്ചൊന്ന് വൈകിപ്പോയി, ഒരു ചെറിയ ഇടവേള വന്നു. ഈ നേരത്തെ ശേഖരിച്ച വിവരങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണെന്ന് കരുതുക വയ്യല്ലോ. എന്തായിരിക്കാം അത് അങ്ങനെ ഒരു ഇടവേള വന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ നാളുകളായി ഈ വിവരങ്ങളൊന്നും കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടോ കേന്ദ്ര സർക്കാരിന് അറിയാഞ്ഞിട്ടോ അവരെ ശ്രദ്ധയിൽപ്പെടുത്താഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ഒരു മെല്ലപ്പോക്കായിരുന്നു. ഇപ്പോൾ കോടതിയുടെ ഇടപെടലും കോടതിയുടെ ഒരു പരിശോധനയും മേൽനോട്ടവും ഒക്കെ വന്നതിന് ശേഷമാണ് ഇവർ ചെയ്യാൻ നിർബന്ധിതരായത്. അപ്പോൾ അടിസ്ഥാനപരമായി ഇൻവെസ്റ്റിഗേഷന്റെ പ്രൊസീജിയർ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടി വരും. അതായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നു. മാത്രമല്ല, ദേശീയ തലത്തിൽ കേന്ദ്ര ഏജൻസികൾ എല്ലാ കേസുകളിലും അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ മാത്യു കുഴൽനാടൻ. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും സെലക്റ്റീവാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവര് ഏജൻസികളെ ഒരു പൊളിറ്റിക്കലി ബാർഗെയിനിങ് ടൂളായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കലി ബാർഗെയിൻ ചെയ്യുന്നുള്ള വെപ്പണായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ആ നിലയിൽ അവർക്ക് കേരളത്തിൽ അവരൊരു മെല്ലെപ്പോക്ക് എന്നതും അവരുടെ സ്ട്രാറ്റജി തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇനി കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായ എന്തെങ്കിലും പറയാം. ശരി, ആ സമയത്ത് വീണ്ടും വിളിക്കാം. ശ്രീ മാത്യു കുഴൽനാടൻ, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്.